അവശ്യ സാധനങ്ങൾ അടക്കമുള്ളതിന്റെ വില കൂടി. 1,20,000 കോടി രൂപ വരെ സബ്സിഡി കൊടുത്തു. അതിനുശേഷമാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ക്രൂഡ് ഓയിലിന് ബാരൽ ഒന്നിന് $50. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് $36 വരെ താന്നു. അത് ക്രമേണ ഉയർന്ന് 48-50 എന്ന നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അന്ന് പെട്രോളിന്റെ വില $74.33 $112 വിലയുള്ളപ്പോൾ ഡീസലിന്റെ വില $60.77. ഇന്ന് 48-50 റേഞ്ചിലേക്ക് ഡോളറിന്റെ വില കുറഞ്ഞിട്ടും പെട്രോളിന്റെ വില 66.22 രൂപ, ഡീസലിന്റെ വില 55.86 രൂപ. ഈ വിലയിടിവ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി വൻതോതിൽ വർദ്ധിപ്പിച്ചു. പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി 11 രൂപയായിരുന്നത് 21.48 വർദ്ധിപ്പിച്ചു. 10.48 വർദ്ധിപ്പിച്ചു. ഡീസലിന് എക്സൈസ് ഡ്യൂട്ടി 17.33 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 5 രൂപ 10 പൈസയായിരുന്നത് 17.33 ഒരു ലിറ്ററിന് 12 രൂപ 21 പൈസ വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ അവസരമുണ്ടായിട്ടും സാധ്യതയുണ്ടായിട്ടും അത് നൽകാതെ എക്സൈസ് ഡ്യൂട്ടി ഇരട്ടിയായി 2.5 ഇരട്ടിയായി ഒക്കെ വർദ്ധിപ്പിച്ച് ലക്ഷക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഖജാവിലേക്ക്, ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടുത്തെ പൊതുമേഖല സ്വകാര്യ ഓയിൽ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് പെട്രോൾ 45 രൂപയായി പെർ ലിറ്റർ, 40 രൂപയായി ഡീസൽ പെർ ലിറ്റർ കുറയ്ക്കാവുന്നതാണ്. വേറെ എല്ലാ ചെലവ് കണക്കിലെടുത്താലും കേന്ദ്ര ഗവൺമെന്റ് ഈ വില കുറഞ്ഞ സമയത്ത് കൂട്ടിയ എക്സൈസ് ഡ്യൂട്ടി കുറച്ചാൽ പോലും 45-40 രൂപയിലേക്ക് പെട്രോൾ ഡീസൽ വിലകൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. യു.പി.എ ഗവൺമെന്റ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു നിയന്ത്രണവുമില്ലാതെ കുതിച്ചു കയറിയപ്പോൾ സബ്സിഡി കൊടുത്തിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന അവസരത്തിലാണ് വില വർധനവ് ജനങ്ങൾക്ക് പാസ് ഓൺ ചെയ്തത്.
ഇവിടെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു, ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള സാഹചര്യം വന്നു. ആ സമയത്ത് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവസരം ഉപയോഗിച്ചത്. ഗ്യാസ് സിലിണ്ടറിന് UPA ഗവൺമെന്റ് 480 രൂപയാണ് സബ്സിഡി കൊടുത്തിരുന്നത്. 480. അത് 150 രൂപയായിട്ട് കുറച്ചു. ഗ്യാസ് സിലിണ്ടറിന്റെ ഈ സബ്സിഡി കുറച്ചത് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്തില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി കുറച്ച് കേന്ദ്ര ഗവൺമെന്റ് ലാഭമുണ്ടാക്കി. പെട്രോളിയം കമ്പനികൾക്ക് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് കൊണ്ട് കിട്ടിയ ലാഭത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അനേകായിരം കോടി രൂപയുടെ ലാഭമാണ് ഇതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടറിന് 450 രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡി, അത് 109 കുറഞ്ഞു. അപ്പൊ 371 രൂപ ഒരു സിലിണ്ടർ കേന്ദ്ര ഗവൺമെന്റിന് ലാഭം കിട്ടുക. ലാഭം എന്ന് പറഞ്ഞാൽ സബ്സിഡി കുറവ് കിട്ടി. അത് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്തില്ല. പക്ഷേ പെട്രോൾ ഡീസൽ വിലയിൽ കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്യേണ്ടത് അവിടെ ചെയ്യാതെ ഇവിടെയും ഗവൺമെന്റ് ലാഭം ഉണ്ടാക്കുക. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി, ഗ്യാസ് സിലിണ്ടറിന്റെ സബ്സിഡി കുറച്ച് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലാഭമാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ എക്സൈസ് ഡ്യൂട്ടിയിൽ ഈ ഒരു വർഷം കൊണ്ട് 1,75,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ ശക്തമായി നിലകൊണ്ടവർ ജനങ്ങളോട് കാട്ടുന്ന കടുത്ത വഞ്ചനയാണിത്. അഴിമതിക്കെതിരെ ശക്തമായി ശബ്ദിച്ച BJP അവർക്ക് അധികാരം കിട്ടിയാൽ വിദേശത്തുള്ള തുക ഗവൺമെന്റിന്റെ ഇവിടുന്നുള്ള കള്ളപ്പണത്തിന്റെ നിക്ഷേപങ്ങളെല്ലാം കണ്ടെത്തി ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരും. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. നികുതി ഉപേക്ഷിക്കാൻ പോലും ജനങ്ങളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് നികുതി ഈടാക്കുന്ന സിസ്റ്റം പോലും നിർത്തലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ വാഗ്ദാനങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്മേൽ ഇന്ന് ഗവൺമെന്റ് തികച്ചും വാഗ്ദാന ലംഘനമാണ്. എന്ത് ചെയ്യും എന്ന് പറയാൻ പോലും തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റിനോടുള്ള അതിശക്തമായ അഭിപ്രായ വ്യത്യാസം ഗവൺമെന്റിലിരുന്ന സമയത്ത് UDF പ്രകടിപ്പിച്ചത് പ്ലാനിംഗ് കമ്മീഷനിലെടുത്ത തീരുമാനത്തെ സംബന്ധിച്ചാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതിയും രാജ്യത്തിന്റെ വികസനത്തിന്, രാജ്യത്തിന്റെ അടിസ്ഥാന വികസന വളർച്ചയ്ക്ക്, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ എല്ലാം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനുള്ളിൽ മാറി മാറി വന്ന ഗവൺമെന്റുകളെല്ലാം അതിനോട് അനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ നേട്ടം രാജ്യത്തിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ NDA ഗവൺമെന്റ് വന്നു, ഒരു ചർച്ചയുമില്ലാതെ പ്ലാനിംഗ് കമ്മീഷൻ അത് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. നിലവിലുള്ള സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നതിന് ഞാനെതിരല്ല. പക്ഷെ ആ മാറ്റം നല്ലതിനു വേണ്ടിയായിരിക്കണം, രാജ്യത്തിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം, ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം. ഇവിടെ ഒരാലോചനയുമില്ലാതെ, വ്യക്തമായ ഒരു വീക്ഷണവുമില്ലാതെ
പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി നീതി ആയോഗ് അതിന് രൂപം കൊടുത്തു. അതിനിന്ന് ഒരു ഉപദേശക സമിതിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. പ്ലാനിംഗ് കമ്മീഷന് ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാനവും അംഗീകാരവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് വെറും ഒരു ഉപദേശക സമിതിയുടെ സ്ഥാനത്തേക്ക് നീതി ആയോഗിനെ മാറ്റിയിരിക്കുകയാണ്.